Dear students, ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ചാണ്. സോ എന്താണ് ഡിജിറ്റൽ ഡിവൈഡ്? നമ്മൾ വളരെയധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ഡിവൈഡിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താ ഡിവിഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്? വിഭജനം അല്ലേ, വ്യത്യാസപ്പെടുത്തൽ അല്ലെങ്കിൽ വിഭജനം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ എക്കണോമിക്കലി നമുക്ക് ഡിവൈഡ് ഉണ്ട് അല്ലേ, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഡിവൈഡ് ഉണ്ട്, കൾച്ചറൽ ആയിട്ടുള്ള ഡിവൈഡ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചിലപ്പോൾ കാണപ്പെടാറുണ്ട്. അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഡിവൈഡ്, ഓക്കെ, റിലീജിയസ് ഡിവൈഡ്. ഓക്കെ, ഡിജിറ്റൽ ഡിവൈഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത്തരത്തിലുള്ളൊരു ഡിവൈഡ് തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? റിച്ചും പൂറും തമ്മിൽ ഡിവൈഡ് ഉണ്ടാകുന്ന പോലെ അല്ലേ, പണ്ഡിതനും പാമരനും അല്ലെങ്കിൽ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസത്തെ പോലെ ഡിജിറ്റൽ നോളേജ് ഉള്ള, ഡിജിറ്റൽ സ്കില്ലുള്ള ആളുകളും ഡിജിറ്റൽ സ്കിൽ ഇല്ലാത്ത ആളുകളും തമ്മിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ക്ലിയർ? ഇത് വലിയൊരു പ്രോബ്ലമാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലെല്ലാം ഒരു പ്രോബ്ലമായിട്ട് വരാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ ഡിജിറ്റൽ ടെക്നോളജിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രോസസ്സുകളും സർവീസുകളും ഒക്കെ ഡിജിറ്റലാക്കിക്കൊണ്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷെ അതേസമയം തന്നെ കുറേ അധികം ആളുകൾക്ക് ഡിജിറ്റൽ ടെക്നോളജിയുടെ ആക്സസ് ഇല്ലാതെ വരുന്നു. അവർ മാറ്റപ്പെടുന്നു. നമ്മൾ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇതിന് അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിവൈഡിനെ കുറിച്ച് പറയുന്നത്. സോ വാട്ട് ഈസ് എ ഡിജിറ്റൽ ഡിവൈഡ്? ഇപ്പോൾ ഡിജിറ്റൽ ഡിവൈഡിൻ്റെ മീനിങ് ഇതാണ് പറയുന്നത്. ദാറ്റ് ഈസ് the gap between demographies and areas that have access to modern information and communication technology from those who don't. Not വായിക്കാം. The gap between demographics and areas that have access to modern information and communication technology from those who don't. ഓക്കെ, ചില അപ്പോൾ ആളുകൾക്ക്, അതായത് ഡിജിറ്റൽ ആയിട്ടുള്ള ആക്സസ് ഉള്ളവരും ഡിജിറ്റൽ ആയിട്ടുള്ള ആക്സസ് ഇല്ലാത്തവരും. ക്ലിയർ? സോ ദോസ് ഹു ആർ ഹാവിങ് ആക്സസ് ടു മോഡേൺ ICT, മോഡേൺ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ആൻഡ് ദോസ് ഹു ഡു നോട്ട് ഹാവ് സച്ച് ആക്സസ്, അവർ തമ്മിലുള്ള ഈ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് എന്ത്? ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടാവാം, ഓർഗനൈസേഷണൽ ആയിട്ടുള്ള ഡിവൈഡ് ആവാം, ഓക്കെ, ഡൊമസ്റ്റിക് ആയിട്ടുള്ള നാഷണൽ ആയിട്ടുള്ള ഡിവൈഡ് ആവാം, റീജിയണൽ ആയിട്ടുള്ള ഡിവൈഡ് ആവാം. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഡിവൈഡും ആവാം. ഓക്കെ, ഈ രീതിയിലൊക്കെ നമുക്ക് ഡിവൈഡിനെ പറയാൻ പറ്റും. ഇപ്പോൾ ഡെമോഗ്രഫിക്കലായിട്ടുള്ള ഡിവൈഡ് ആവും. അപ്പോൾ ഡെമോഗ്രഫിയുടെ ഭാഗമായിട്ട് തന്നെ ഡിവൈഡ് വരാം. ഓക്കെ, ശരി. ഇപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചറാണ് ഇവിടെ കാണുന്നത്. ക്ലിയർ? ഇത് ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് അല്ലേ, ഈ കാണുന്ന ട്രഡീഷണലാണ്, ഇത് മോഡേൺ ആണ് അല്ലേ. ഇപ്പം മോഡേൺ ടെക്നോളജി വി യൂസ് മോഡേൺ ലേറ്റസ്റ്റ് ഡിവൈസസ്. ക്ലിയർ? പീപ്പിൾ, ദർ ഈസ് എ സ്വിങ്, ക്ലിയർ, or a movement or a transit or a transformation, clear, to from the traditional technology to the digital technology. Clear? അപ്പോൾ older type of textbooks ഇപ്പം എന്തായിട്ട് മാറുന്നു? become digital, clear, devices. അപ്പോൾ അതിലേക്ക് മാറുന്നു. നമ്മുടെ ലേണിംഗ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഒക്കെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ? പക്ഷേ എങ്കിലും കുറേ ആളുകൾക്ക് അത് ആക്സസ് ഉണ്ടാകുന്നു, കുറച്ച് ആളുകൾക്ക് ആക്സസ് ഇല്ലാതെ വരുന്നു അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്കറിയാൻ പറ്റും, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾ തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുണ്ട് അല്ലേ. ചിലവർക്ക് കഴിയുന്നില്ല, അവർ ഇൻഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ ചില ദിവസങ്ങളിൽ അവർക്ക് പറ്റുന്നില്ല, ഒന്നുകിൽ നെറ്റ്വർക്ക് ആക്സസ് ഇല്ല, അല്ലെങ്കിൽ നെറ്റ് ബാലൻസ്, ഡാറ്റ ബാലൻസ് ഇല്ലാതെ വരുന്നു, അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള നമ്മളൊരു വർക്ക് കൊടുക്കുമ്പോൾ അത് ചെയ്ത് തീർക്കാനുള്ള ഫോൺ ഇല്ല, അവിടെ സ്മാർട്ട് ഫോണിൻ്റെ അവൈലബിലിറ്റി, കമ്പ്യൂട്ടറിൻ്റെ അവൈലബിലിറ്റി, ഇതൊക്കെ ഇഷ്യൂസാണ്. ഓക്കെ, ഇപ്പോൾ കുറച്ച് പേർക്ക് ഉണ്ടാകുന്നു, കുറച്ച് പേർക്ക് ഇല്ലാതെ വരുന്നു. ഇതിനെ, ഈ ഗ്യാപ്പിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ ഡിവൈഡ്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഡിജിറ്റൽ ഡിവൈഡ് ഒക്കെ അറിയാം. ക്ലിയർ? സോ ഹൂ ഡസ് ദിസ് ഇറ്റ് അഫക്റ്റ്? ക്ലിയർ? ആരെയൊക്കെ ബാധിക്കാം? ഓൾഡ് വേഴ്സസ് യങ്. ക്ലിയർ?
നമുക്കറിയാം യങ് ജനറേഷൻ, ന്യൂ ജനറേഷനിലെ മോഡേൺ പീരീഡിൽ ജനിച്ച് മോഡേൺ ടെക്നോളജി പരിചയപ്പെട്ടുകൊണ്ടുവരുന്ന ചെറിയ കുട്ടികൾ. അപ്പം ചെറിയ കുട്ടികൾക്ക് പോലും ഇപ്പോൾ അറിയാൻ പറ്റും അല്ലേ, അവർ ഫോണ് കാര്യമായിട്ട് യൂസ് ചെയ്യുന്നു, അവർക്കറിയാം സ്മാർട്ട് ഫോണിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ആപ്പ് എങ്ങനെ എടുക്കുക, ഗെയിം എങ്ങനെ പ്ലേ ചെയ്യണം, എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം ഒക്കെ അറിയാൻ പറ്റും. പക്ഷേ ഈ ടെക്നോളജി ആർക്കും അറിയുന്നില്ല, ഓൾഡർ ജനറേഷനുള്ള ആളുകൾക്ക് അറിയുന്നില്ല. ക്ലിയർ? അപ്പോൾ ഇവർ തമ്മിലൊരു ഗ്യാപ്പ് വരികയാണ്. ഓക്കെ, സോ ഓൾഡ് പീപ്പിൾ വേഴ്സസ് യങ് പീപ്പിൾ, ന്യൂ ജനറേഷൻ വേഴ്സസ് ഓൾഡ് ജനറേഷൻ. ക്ലിയർ? അതുപോലെ തന്നെ വേറൊരു ഗ്യാപ്പ്, ഏബിൾ ബോഡീഡ് വേഴ്സസ് ഡിസേബിൾഡ് അല്ലേ. ഇപ്പോൾ സാധാരണ ആളുകൾക്ക് ഡിജിറ്റൽ ടെക്നോളജി ഒക്കെ വളരെ പെട്ടെന്ന് ഉപയോഗിക്കാം, പക്ഷേ ഡിസബിലിറ്റി ഉള്ള ആളുകളുണ്ട് അല്ലേ. ഫോർ എക്സാമ്പിൾ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ അല്ലേ, അല്ലെങ്കിൽ ഡെഫ് ആൻഡ് ഡംബ് ആയിട്ടുള്ള ആളുകൾ, ഇവർക്കൊക്കെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നതിന് പരിമിതികൾ ഉണ്ടാവും. ക്ലിയർ? സോ ഏബിൾ പേഴ്സൺസും ഡിസേബിൾ പേഴ്സൺസും അവർ തമ്മിലുള്ള ഡിവൈഡ് വരുന്നു. വെൽത്തി വേഴ്സസ് പുവർ അല്ലേ, വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ക്ലിയർ? വെൽ ടു ഡു ആയിട്ടുള്ള ആളുകൾക്ക് വളരെയധികം ഡിജിറ്റൽ ടെക്നോളജിയും ഡിവൈസസും അതിൻ്റെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ നോളജും സ്കിൽസൊക്കെ ആക്കിയെടുക്കാൻ കഴിയും, പക്ഷേ പുവർ പീപ്പിളിന് അതിന് പറ്റുന്നില്ല. ക്ലിയർ? സോ ദർ ആൾവേസ് എക്സിസ്റ്റ് എ ഗ്യാപ്പ്, ക്ലിയർ, ബിറ്റ്വീൻ ദ റിച്ച് ആൻഡ് പുവർ. ഓക്കെ, ദറ്റ് ഈസ് എക്കണോമിക്കൽ ഡിവൈഡ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ എക്കണോമിക്കലി ഡിവൈഡ് ഉണ്ടാവുന്നു. ഓക്കെ, അപ്പം ചില സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. So 60% of the households, clear, making greater than 30,000 clear use of the internet. Okay, പഴയ ചില സ്റ്റാറ്റിസ്റ്റിക്സ് ആണത്. പല ആളുകൾക്കും ക്ലിയർ, കുറച്ച് ആളുകൾക്കാണ് കൂടുതൽ ഉപയോഗങ്ങൾ വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് പറ്റുന്നു, മറ്റുള്ളവർക്ക് കഴിയുന്നില്ല. സോ ദാറ്റ് ഈസ് ദി പോയിന്റ്. ദെൻ റൂറൽ വേഴ്സസ് അർബൻ അല്ലേ. അർബൻ ഏരിയയിലുള്ള ആളുകൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും ടെക്നോളജിക്കലി അല്ലേ, കുറച്ചുകൂടെ അവർക്ക് അങ്ങനെയുള്ള സർവീസും ഒക്കെ കിട്ടും. 4Gയുടെ ടവർ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റതൊക്കെ ഉണ്ടാവും. ഒരു റൂറൽ ഏരിയയിൽ പോകുമ്പോൾ ചിലപ്പോൾ നെറ്റ്വർക്ക് കവറേജേ ഉണ്ടാവില്ല അല്ലേ. നമ്മൾ തന്നെ നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ ചില കുട്ടികൾ, ദൂര സ്ഥലങ്ങളിലുള്ള കുട്ടികൾക്ക് നെറ്റ്വർക്ക് ആക്സസ് ഉണ്ട് അല്ലേ, പാട്ടപ്പാടിയോ അതുപോലെ തന്നെ പറമ്പിക്കുളോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നെറ്റ്വർക്ക് കവറേജ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ് കൊടുത്താലും അത് അവെയിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ റൂറൽ വേഴ്സസ് അർബൻ അതൊരു ഡിവൈഡായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഡിവൈഡായിട്ട് നമുക്ക് പറയാം. ദെൻ എവിടെയാണ് നമുക്ക് ഡിവൈഡ് കാണാൻ പറ്റുക? വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്. ക്ലിയർ? സോ അതാണ് ഇവിടെ പറയുന്നത്. എല്ലാവിടെയും കാണാൻ പറ്റും. എവിടെയൊക്കെ കാണാൻ പറ്റും? നമുക്ക് സോഷ്യലി കാണാൻ പറ്റും, കൾച്ചറലി കാണാൻ പറ്റും അല്ലേ, എല്ലാ രാജ്യങ്ങളിൽ കാണാൻ പറ്റും, ഡെമോഗ്രഫിക്കലി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആക്സസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ യൂസേജിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഡിവൈഡ് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ഡിവൈഡ് നമുക്ക് കാണാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ജസ്റ്റ് ഒരു പിക്ചറാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. ഓക്കെ, സോ ലെറ്റ് us move to the next slide. സോ ഡിജിറ്റൽ ഡിവൈഡിൻ്റെ ചില ലെവൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിജിറ്റൽ ഡിവൈഡ് നമ്മൾ എങ്ങനെ പറയാം? ഇൻഡിവിജ്വലി ഡിവൈഡ് ഉണ്ടെന്ന് പറയാം അല്ലെ. വ്യക്തികൾ തമ്മിൽ ഡിവൈഡ് ഉണ്ടാവും, ഓർഗനൈസേഷൻ തമ്മിൽ ഡിവൈഡ് ഉണ്ട്. ചില ഓർഗനൈസേഷൻസ് ഡിജിറ്റലി ഏബിൾഡ് ആയിരിക്കും, ചില ഓർഗനൈസേഷൻ അത് കഴിയാതെ വരുന്നു. ക്ലിയർ? അപ്പോൾ ഓർഗനൈസേഷണൽ ഡിവൈഡ് വരും. ദെൻ ഗ്ലോബൽ അല്ലേ, കൺട്രീസ് തമ്മിലുള്ള ഡിജിറ്റൽ ഡിവൈഡ് ഉണ്ട് അല്ലേ. US, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളൊക്കെ ഡിജിറ്റലി ഓക്കെയാണ് അല്ലേ, അവർക്കൊക്കെ വളരെ ഡിജിറ്റൽ ഡിവൈഡ് വളരെ കുറവാണ്. പക്ഷേ ഇന്ത്യ അല്ലെങ്കിൽ ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ ഡിവൈഡ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതൊരു പ്രോബ്ലമായിട്ട് വരും. ദെൻ ICT ടൈപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും വ്യത്യാസം വരും. ക്ലിയർ? ദാറ്റ് ഈസ് എന്താണ് അതിൽ വരാവുന്നത്? ഇൻ്റർനെറ്റിൻ്റെ യൂസേജിൽ നോക്കുകയാണെങ്കിൽ ഡിവൈഡ്. ക്ലിയർ? ഇൻ്റർനെറ്റ് ചില ആളുകൾക്ക് അല്ലേ 2G കണക്ഷനേ കിട്ടുള്ളൂ, ചില ആളുകൾക്ക് 5G 4G ഒക്കെ കിട്ടുന്നു. ക്ലിയർ? അതുപോലെ ഡാറ്റയുടെ സ്പീഡ് ആയിക്കോട്ടെ, ക്വാളിറ്റി ആയിക്കോട്ടെ, ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് ആയിക്കോട്ടെ, അതിൽ പ്രോബ്ലം വരുന്നു. ക്ലിയർ? അതുപോലെ മൾട്ടിപ്പിൾ ICT, ചില ആൾക്ക് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ക്ലിയർ? അത് ഓഡിയോ ആയിക്കോട്ടെ, വീഡിയോ ആയിക്കോട്ടെ, ടാബ്ലറ്റ് ആയിക്കോട്ടെ, സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ ആയിക്കോട്ടെ, നെറ്റ്വർക്കിംഗ് ആയിട്ടെ, ക്ലൗഡ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, എല്ലാം ലഭിക്കുന്നുണ്ടാവും. പക്ഷേ ചിലർക്ക് ഇതൊന്നും ലഭിക്കാത്ത സാഹചര്യം വരുന്നു. ക്ലിയർ? ദെൻ അതർ പർട്ടിക്കുലേഴ്സ് ഓഫ് ICT. ദെൻ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഇക്വാലിറ്റി ടൈപ്പ് ആക്സസിൽ വരാം, യൂസിൽ വരാം. ക്ലിയർ? ആക്സസിൽ എന്താ?
ടെക്നോളജിയിലേക്കുള്ള ആക്സസ് അല്ലേ, അത് അവൈൽ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത്. യൂസേജിലും വരാം അല്ലേ. ചില ആളുകൾക്ക് നന്നായിട്ട് അത് ഉപയോഗിക്കാൻ അറിയാം, ചിലർക്ക് അറിയുന്നില്ല. ക്ലിയർ. അപ്പോൾ ചില ആൾക്ക് അതിന് നോളേജ് കിട്ടിയിട്ടുണ്ടാകും, ചിലർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലം ഇതൊക്കെയാണ് ഡിവൈഡായിട്ട് വരുന്നത്. ദെൻ നിങ്ങൾ ഡിജിറ്റൽ നീഡ്സും ഡിജിറ്റൽ ഡിവൈഡും ആയിട്ട് നോക്കുകയാണെങ്കിൽ അല്ലേ, ഇപ്പം എന്തൊക്കെയാണ് നമ്മുടെ നീഡ്? ആക്സസ്സിലുള്ള നമ്മുടെ നീഡ് ഉണ്ട് അല്ലേ. സോ ദാറ്റ് ഈസ് ആക്സസ് ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ. അതുപോലെ എബിലിറ്റി നമുക്കൊരു നീഡാണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ നീഡ്സ് ആണ് എബിലിറ്റിയെ സംബന്ധിച്ച്. പക്ഷേ അതെന്തായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു? ഇറ്റ് ബിക്കം ഡിജിറ്റൽ ഡിവൈഡായിട്ട് മാറും. ക്ലിയർ. അതുപോലെ തന്നെ ഔട്ട്കം. ക്ലിയർ. എന്ത് റിസൾട്ടാണ് നമുക്ക് വേണ്ടത്, അതിലും എന്ത് വരാം? ഡിജിറ്റൽ ഡിവൈഡ് വരാം. ഇങ്ങനെ ആക്സസ്, എബിലിറ്റി മീൻസ് സ്കില്ലാണ്, അത് ഉപയോഗിക്കാനുള്ള സ്കിൽ. ദെൻ ഔട്ട്കം, അത് ഉപയോഗിച്ചത് കൊണ്ടുള്ള നേട്ടം. ഇതിലൊക്കെ എന്ത് വരുന്നു? ഡിവൈഡ്. പീപ്പിൾസ് തമ്മിൽ, ഓർഗനൈസേഷൻ തമ്മിൽ, കൺട്രീസ് തമ്മിൽ, റീജിയൻസ് തമ്മിലൊക്കെ ഡിവൈഡ് വരുന്നുണ്ട്. ദെൻ ഫാക്ടേഴ്സ് ഫോർ ഡിജിറ്റൽ ഡിവൈഡ്. ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു 9 ഫാക്ടറാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത്, അതാണ് അവിടെ നോക്കുന്നത്. ക്ലിയർ. സോ ജെൻഡർ. ക്ലിയർ. ഡിജിറ്റൽ ഡിവൈഡിന് കാരണമാകുന്ന ഒരു ഫാക്ടറാണ് ജെൻഡർ അല്ലേ. മെയിൽ ഫീമെയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൽ പീപ്പിൾ കുറച്ചുകൂടെ ടെക് സാവി ആയിട്ട് നമ്മൾ കാണപ്പെടുന്നു, ഫീമെയിൽ പീപ്പിൾ കുറച്ചുകൂടെ ഡിജിറ്റൽ ഡിവൈഡ് അവരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. ക്ലിയർ. കാരണം ഡിജിറ്റൽ സ്കില്ല് കുറവായിട്ട് കാണപ്പെടുന്നു. എന്തുകൊണ്ടായിരിക്കും നമുക്കറിയാം അല്ലേ. റീസൺ ഈസ് ഒബീവിയസ്. മിക്കവാറും ഫീമെയിൽസും എന്തായിരിക്കും ചെയ്യുന്നത്? ഒന്നുകിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഡിജിറ്റൽ ടെക്നോളജിയോ അതിലേക്കുള്ള ആക്സസോ ഒക്കെ നിഷേധിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകും. ക്ലിയർ. സോ ജെൻഡർ വൈസ് ദർ ഈസ് എ ഡിജിറ്റൽ ഡിവൈഡ്. ദെൻ ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലേ, നേരത്തെ പറഞ്ഞു അല്ലേ. എബിലിറ്റി ഉള്ള ആൾക്കാർ, ഡിസേബിൾ ആയിട്ടുള്ള ആളുകളും ഡിസബിലിറ്റി ഇല്ലാത്ത ആളുകളും തമ്മിൽ വ്യത്യാസം വരുന്നു അല്ലേ. ബ്ലൈൻഡ്, ഡഫ്, ഡംബ് അല്ലേ, അത് ഫിസിക്കൽ ഡിഫോമിറ്റി ഉള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ഡിജിറ്റൽ ടെക്നോളജി ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ മറ്റവർക്ക് അത് ഉണ്ടാവില്ല, അതുകൊണ്ട് ഡിവൈഡ് ഇല്ല. ദെൻ ഫിസിക്കൽ ആക്സസിനുള്ള അല്ലേ, അതൊരു റീസണാണ്. നമുക്കറിയാം ഫിസിക്കൽ ആക്സസ് എന്താ? നെറ്റ് അല്ലേ. ഇപ്പോൾ ലാപ്ടോപ്പ് ഉള്ള ആളുകൾ, ലാപ്ടോപ്പ് ഇല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉള്ള ആളുകൾ, ഇല്ലാത്ത ആൾക്കാർ. ക്ലിയർ. ഇനി ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ആളുകൾ, ഇല്ലാത്ത ആളുകൾ, ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉള്ളവർ, ഇല്ലാത്തവർ, ഇങ്ങനെ ഫിസിക്കൽ ആക്സസിൽ വ്യത്യാസം വരുന്നു. ക്ലിയർ. ലാക്ക് ഓഫ് ICT സ്കിൽസ് ആൻഡ് സപ്പോർട്ട്. സോ ചില ആളുകളെ സംബന്ധിച്ചും ചില സമയത്ത് അല്ലെങ്കിൽ ചില ഏരിയയിൽ ICT ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും സപ്പോർട്ടും ഒക്കെ ലഭിക്കുന്നുണ്ടാവും. ചിലവിടെ അത് ഉണ്ടാവുന്നില്ല അല്ലേ. ചില ഇൻസ്റ്റിറ്റ്യൂഷനിൽ അത് ലഭിക്കും, ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവില്ല അല്ലേ. ചില സ്റ്റേറ്റിൽ അത് ഉണ്ടാവും, ചില വേറെ സ്റ്റേറ്റിൽ ഉണ്ടാവില്ല. ക്ലിയർ. ചില ഡിസ്ട്രിക്റ്റിൽ അത് പ്രോത്സാഹിപ്പിക്കപ്പെടും, ചിലവിടെ ഉണ്ടാവില്ല. ഇങ്ങനെ വരുന്ന സമയത്ത് അതൊരു ഡിവൈഡിന് കാരണമാകുന്നു, ഒരു ഫാക്ടറായിട്ട് മാറും. ദെൻ ആറ്റിറ്റ്യൂഡൽ ഫാക്ടേഴ്സ് അല്ലേ. ചില ആളുകൾക്ക് കമ്പ്യൂട്ടറിനോടോ ടെക്നോളജിയോടോ ഡിജിറ്റൽ ടെക്നോളജിയോടോ ഇൻ്റർനെറ്റിനോടോ ഒക്കെ അഫിനിറ്റി ഉണ്ടാവും. ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. അപ്പോൾ അവർ കുറച്ചുകൂടെ ടെക് സാവി ആയിട്ട് മാറും. ക്ലിയർ. ബട്ട് ചില ആൾക്കാർക്ക് അതിനോട് ഒരു നിഷേധാത്മക നിലപാടായിരിക്കും, നെഗറ്റീവായിരിക്കും അവരുടെ അപ്രോച്ച്. അതുകൊണ്ട് എന്തായിട്ട് മാറുന്നു? അത് ഉപയോഗിക്കാതെ വരുന്നു. സോ അങ്ങനെ വരാവുന്ന ഡിവൈഡ് ഉണ്ട്. ക്ലിയർ. ദെൻ റെലവൻറ്റ് കണ്ടന്റ് അല്ലേ, കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിവൈഡ്. കണ്ടന്റും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ക്ലിയർ. ചില കണ്ടന്റ് റെലവൻ്റ് ആയിരിക്കാം അല്ലേ. അതുകൊണ്ട് ഡിജിറ്റൽ ടെക്നോളജി റിലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സോ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ പരിചയപ്പെടുന്നു, അത് അതിൽ നോളേജ് ഉണ്ടാകുന്നു. ചില ആൾക്ക് അത് റെലവൻസ് അല്ലാതെ വരുന്നതുകൊണ്ട് അത് അവർ ഉപയോഗിക്കുന്നില്ല, അതൊരു ഡിവൈഡായിട്ട് മാറുന്നു. ക്ലിയർ. സോ ഇതൊരു പ്രോബ്ലമാണ്. ഏജ് അല്ലേ, യങ്ങർ ജനറേഷൻ വരുന്ന ആളുകളൊക്കെ കൂടുതൽ ഇൻഫർമേഷൻ ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്ന അതിൽ അറിവുള്ള ആൾക്കാരായിരിക്കും. മറ്റുള്ള ആളുകൾ, ഓൾഡർ പീപ്പിൾ എന്ന് പറയുമ്പോഴോ അവർക്ക് അത്രയും നോളേജോ സ്കിൽസോ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഏജ് വൈസ് ആയിട്ടുള്ള ഡിവൈഡ് ഉണ്ട്. ഫാമിലി സ്ട്രക്ചർ അല്ലേ, അതൊരു ഫാക്ടറാണ്. എന്താണ് ഫാമിലി സ്ട്രക്ചർ? നമുക്കറിയണം അല്ലേ. നമ്മുടെ ഫാമിലി സിസ്റ്റം, അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ജോലി ചെയ്യാത്ത ആൾക്കാർ, ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി മാത്രം ചെയ്യുന്ന ആളുകൾ, അതല്ലാത്ത ആളുകൾ. ക്ലിയർ. ഇങ്ങനെ ഫാമിലി സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഡിവൈഡിന് കാരണമായിട്ട് മാറുന്നു. ദെൻ മോട്ടിവേഷൻ അല്ലേ, മോട്ടിവേഷൻ്റെ അഭാവം അല്ലെങ്കിൽ മോട്ടിവേഷൻ ഉള്ളത് അല്ലേ. ടെക്നോളജി പഠിക്കാനോ അല്ലെങ്കിൽ അറിയാനും അതിനെ ഉപയോഗിക്കാനൊക്കെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവർ അതിലേക്ക് ശ്രദ്ധിക്കും. മോട്ടിവേഷൻ ഇല്ലാതെ വരുമ്പോൾ അത് ഉപയോഗിക്കാതെ വരും, അതുകൊണ്ട് ഡിവൈഡ് വരുന്നു. ക്ലിയർ. ഇങ്ങനെ ഫാക്ടേഴ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഡിജിറ്റൽ ഡിവൈഡ്, അതുമായി ബന്ധപ്പെട്ടുള്ള ചില കോസ് എഫക്റ്റ് ഉണ്ട്, അത് എങ്ങനെ ബ്രിഡ്ജ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ സ്ലൈഡിൽ കാണുന്നത്. ക്ലിയർ. സോ
what are the causes? Different causes. So different initial setting of countries. Clear? രാജ്യങ്ങളിൽ ഉണ്ടാവുന്ന ഇനീഷ്യൽ സെറ്റിങ്സ് മീൻസ് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ നേഷൻ അതല്ലാത്ത രാജ്യങ്ങൾ. ക്ലിയർ? ടെക്നോളജിയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങൾ, അതില്ലാത്ത രാജ്യങ്ങൾ. ഇപ്പോൾ ഇതിനനുസരിച്ച് കാരണമായിട്ട് ഡിവൈഡിന് കാരണമായിട്ട് മാറാം, ഒരു കോസായിട്ട് മാറാം. ഡിഫറൻസസ് ഇൻ സൊസൈറ്റി, സമൂഹങ്ങളിലുള്ള മാറ്റം അല്ലേ. ഇപ്പോൾ വെസ്റ്റേൺ സൊസൈറ്റി, ഈസ്റ്റേൺ സൊസൈറ്റി. വെസ്റ്റേൺ സൊസൈറ്റി കുറച്ചുകൂടെ എന്താ ഡിജിറ്റലി അഡ്വാൻസ്ഡ് ആണ്, ഈസ്റ്റേൺ സൊസൈറ്റി ഡിജിറ്റലി ബാക്ക്വേർഡ് ആണ്. ക്ലിയർ? അപ്പോൾ സമൂഹങ്ങൾ തമ്മിൽ, അതുപോലെ തന്നെ അർബൻ സൊസൈറ്റി, റൂറൽ സൊസൈറ്റി, ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സോഷ്യലായിട്ടുള്ള ഡിഫറൻസ് വരാം. വീക്ക് ആക്സസ് ടു ICT അല്ലേ, ICTയിലുള്ള ആക്സസ് ഇല്ലായ്മ, ഇൻ്റർനെറ്റിൻ്റെ ആക്സസിബിലിറ്റിയിൽ വരുന്ന ലാക്കിങ്നെസ്, വീക്ക്നെസ്, ഇതൊക്കെ ഒരു പ്രോബ്ലം, ഒരു കോസായിട്ട് പറയാം. ദെൻ വീക്ക് ആക്സസ് ടു ഇൻഫർമേഷൻ ആൻഡ് നോളേജ്. ക്ലിയർ? അറിവിൽ അല്ലെങ്കിൽ നോളേജിൻ്റെ ഡിസമിനേഷൻ, ഇൻഫർമേഷൻ ഡിസമിനേഷൻ, അതിലുള്ള ആക്സസിബിലിറ്റിയുടെ കുറവ്, ഇതും ഡിവൈഡിനൊരു കോസായിട്ട് വരും. ഇതിൻ്റെ എഫക്റ്റ് എന്തൊക്കെയാണ്? വീക്ക് ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് അല്ലേ. ഡിജിറ്റൽ ഡിവൈഡ് വരുമ്പോൾ അത് ഒരു നോളേജ് അല്ലെങ്കിൽ സ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഡ്രോബാക്ക് മാത്രമല്ല, എക്കണോമിക്കൽ ഗ്രോത്തിനെ, ഡെവലപ്മെൻറ്റൽ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഒക്കെ ബാധിക്കുന്ന ഒരു ഘടകമായിട്ട് വരും അല്ലേ. ഒരു രാജ്യം അവരുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്, ക്ലിയർ, ഇതിനൊക്കെ ആധാരമായിട്ടുള്ള വരുന്ന ഒരു കാര്യമാണ് എന്ത്? ഡിജിറ്റൽ ടെക്നോളജി. സോ അങ്ങനെ അതുകൊണ്ട് തന്നെ ഡിവൈഡ് വരുന്നത് വീക്ക്നെസ്, ക്ലിയർ, ഇൻ development and growth ഉണ്ടാക്കും. Clear? So it will make okay the development and growth in a weaker path. Okay. Asymmetric and loss knowledge, വേറെ എന്ത് എഫക്റ്റ് ഉണ്ടാക്കും? നോളേജിനും അതുപോലെ തന്നെ സ്കില്ലിലൊക്കെ അസിമെട്രി അല്ലേ, സിമെട്രി ഇല്ലാത്ത അല്ലേ, വൈരുദ്ധ്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഓക്കെ, അതാണ് വേറൊരു പ്രധാനപ്പെട്ട എഫക്റ്റ്. ലോവർ എബിലിറ്റി ടു മാനേജ് നോളേജ് മാനേജ് ചെയ്യാൻ എബിലിറ്റി ഇല്ലാതെ മാറും. ഓക്കെ, ഒരു കണ്ടന്റ് ഉണ്ട്, നോളേജ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ ഹൗ ടു മാനേജ് ഇറ്റ് എന്നതിനെ കുറിച്ച് ആളുകൾക്ക് അറിയാതെ വരും. ഓക്കെ, സോ ലോവർ എബിലിറ്റി ടു മാനേജ് നോളേജ്, ദെൻ ലോവർ എബിലിറ്റി ടു ഇന്നോവേറ്റ്, സ്കില്ല്, ക്രിയേറ്റിവിറ്റി, നോളേജ് അല്ലെ, ഇന്നോവേഷൻ, ഇതൊക്കെ ലാക്ക്നെസ് വരാൻ സാധ്യതയുണ്ട് ഇഫ് വി ആർ ബാക്ക്വേർഡ് ഇൻ ഡിജിറ്റൽ ടെക്നോളജി. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറയാം. ദെൻ ബ്രിഡ്ജിങ്, ഇതെങ്ങനെ നമുക്ക് ബ്രിഡ്ജ് ചെയ്യാം? സോ അതിനുവേണ്ടി രാഷ്ട്രങ്ങളുടെ ഭാഗമായിട്ട് നാഷണൽ ലെവലിലുള്ള സ്ട്രാറ്റജീസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ക്ലിയർ? തന്ത്രപരമായിട്ടുള്ള ചില നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇൻ ഓർഡർ ടു ബ്രിഡ്ജ് ദ ഡിജിറ്റൽ ഗ്യാപ്പ്. അപ്പോൾ അതുകൊണ്ടാണ് ഗവൺമെൻറ് ഓഫ് അല്ലേ, ഇന്ത്യ ഗവൺമെൻറ് ആയിക്കോട്ടെ, കേരള ഗവൺമെൻറ് ആയിക്കോട്ടെ, ഒക്കെ എന്ത് ചെയ്യുന്നു? ഡിജിറ്റൽ ടെക്നോളജി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ ആളുകൾക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുകയും അല്ലെ കോമൺ സർവീസ് സെൻ്ററുകളും മറ്റുള്ള രീതിയിലും അതുപോലെ സ്കൂൾ കരിക്കുലത്തിലൊക്കെ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റൽ ടെക്നോളജി പ്രൊവൈഡ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ദെൻ ഓപ്പൺ സോഴ്സസ് ഉണ്ടാക്കുക അല്ലേ. പലപ്പോഴും ആളുകൾ ടെക്നോളജി ഉപയോഗിക്കാതിരിക്കുന്നതിനുള്ളൊരു കാരണമാണ് എന്ത്? കോസ്റ്റ് ഓഫ് സോഫ്റ്റ്വെയർ. ക്ലിയർ? അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്പൺ സോഴ്സ് അല്ലേ, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്, ഫോഴ്സ് നമ്മൾ പറയും. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർസ് വളരെയധികം ഉപയോഗിക്കാൻ അത് പ്രോത്സാഹിപ്പിക്കും. ദെൻ ഓപ്പൺ ഇന്നോവേഷൻ. ക്ലിയർ? ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് മാറും. എന്താ ഓപ്പൺ എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് ഓപ്പൺ ടു ഓൾ. ക്ലിയർ? എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലേക്ക് തന്നെ മാറ്റുക. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്കത് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റും. എഫക്ട്സ് ഓഫ് ഡിജിറ്റൽ ഡിവൈഡ് കണ്ടിന്യൂവേഷൻ ആയിട്ട് പറയുകയാണ്. എക്കണോമിക് ഇൻഇക്വാലിറ്റി ഉണ്ടാവും. ക്ലിയർ? എഫക്റ്റ് ഓഫ് ഓൺ എഡ്യൂക്കേഷൻ അല്ലേ. എഡ്യൂക്കേഷനിൽ തന്നെ നമുക്കറിയാം, ഇപ്പോൾ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ സ്കൂൾ ലെവലായിക്കോട്ടെ, വളരെയധികം കുട്ടികൾ, ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഇപ്പോഴും എന്തില്ല? ആക്സസ് ഇല്ല. ക്ലിയർ? ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട്. ക്ലിയർ? ഈവൻ വിക്ടേഴ്സ് ചാനൽ കാണാൻ പോലും അല്ലേ, ടി വിയിലുള്ളൊരു ബ്രോഡ്കാസ്റ്റ് കാണാൻ പോലും അത് കഴിയുന്നില്ല. ക്ലിയർ? കാരണം ടി വി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാവില്ല. ക്ലിയർ? അതല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നു. ക്ലിയർ? ഇങ്ങനെ എഫക്റ്റ് ഓൺ എഡ്യൂക്കേഷൻ വളരെയധികം ഉണ്ടാകും. ക്ലിയർ? കുറച്ച് പേർക്ക് വളരെയധികം സൗകര്യങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് അവരുടെ നോളേജും സ്കില്ലും ഒക്കെ അഡ്വാൻസ്ഡ് ആവും, മറ്റുള്ള കുട്ടികൾക്കത് കിട്ടാതെ വരുന്ന സാഹചര്യം. ഓക്കെ, അതുപോലെ തന്നെ ഡെമോക്രസി അത് ബാധിക്കാം. എഫക്റ്റ് ഓൺ ഡെമോക്രസി. ക്ലിയർ? കുറച്ച് പേർക്ക് ഉള്ളതും കുറച്ച് പേർക്ക് ഇല്ലാത്തതും ഒക്കെ ആയിട്ട് മാറുമ്പോൾ ഡെമോക്രാറ്റിക്കലി അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ദെൻ എക്കണോമിക് ഗ്രോത്ത്. ക്ലിയർ? ഗ്രോത്തിനെ അത് ബാധിക്കും. സോഷ്യൽ മൊബിലിറ്റിക്ക് അതൊരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കും. ക്ലിയർ? ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട എഫക്റ്റായിട്ട് നമുക്ക് പറയാം. സം ഓഫ് ദി ടെർമിനോളജി. ക്ലിയർ? ഇതുമായി ബന്ധപ്പെട്ട് വരാവുന്ന
ഒരു 3 ടേംസ് ആണ്. ക്ലിയർ? നമ്മൾ ഡിജിറ്റലി ഉള്ള അവരുടെ അഫിനിറ്റി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 3 ഇതിനെ പറയാൻ പറ്റും. ക്ലിയർ? ആളുകളെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം? ഡിജിറ്റൽ നേറ്റീവ്സ്, ദെൻ ഡിജിറ്റൽ ഇമിഗ്രൻസ് ആൻഡ് ഡിജിറ്റൽ ഡൈനോസോഴ്സ്. ക്ലിയർ? ഓക്കെ. സോ വാട്ട് ഈസ് എ ഡിജിറ്റൽ നേറ്റീവ്? എന്താ ഡിജിറ്റൽ നേറ്റീവ് പറഞ്ഞാൽ? ഇപ്പം കറണ്ട് ജനറേഷനിൽ ക്ലിയർ മോഡേൺ ടെക്നോളജിയുടെ പീരീഡ് ജനിക്കുകയും ക്ലിയർ ടെക്നോളജി പരിചയപ്പെട്ടുകൊണ്ട് വളർന്നു വരികയും ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ പറയുന്ന പേരാണ് ഡിജിറ്റൽ നേറ്റീവ്സ്. ദേ ആർ വെൽ വേഴ്സ്ഡ് ഇൻ ഡിജിറ്റൽ ടെക്നോളജി. അവർക്ക് ടെക്നോളജി അറിയാം, അത് കൈകാര്യം ചെയ്യാൻ അറിയാം, അത് ഉപയോഗിക്കാൻ അറിയാം, അതിന് താല്പര്യമുണ്ട്. ക്ലിയർ? അവർ മിക്കവാറും സമയങ്ങളിൽ ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഡിവൈസുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ അല്ലേ? നമ്മുടെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ. ക്ലിയർ? ചിൽഡ്രൻസ് ടു യങ് ജനറേഷൻ വരെയുള്ളതൊക്കെ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടാണ് പറയപ്പെടുന്നത്. ഡിജിറ്റൽ ഇമിഗ്രൻസ് ആരാണ്? ഡിജിറ്റൽ ഇമിഗ്രൻറ്റ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ചിട്ടുള്ള ആളുകൾ അല്ലേ? ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഡിജിറ്റൽ ഇമിഗ്രൻസ് ആണ്. എന്താ കാരണം? നമ്മൾ കുറച്ച് മുമ്പ് ജനിച്ചാണ്. നമ്മൾ ആ സമയത്ത് ടെക്നോളജി അത്രയൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ആ സമയത്ത് വന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു? ടെക്നോളജി ഇപ്പോൾ ഉപയോഗിക്കുന്നു. ക്ലിയർ? പക്ഷേ അങ്ങനെ ഡിജിറ്റൽ ടെക്നോളജി ചെറുതായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രത്തോളം ഇപ്പോഴുള്ള ചെറിയ അല്ലെ യങ്ങർ ജനറേഷൻ അറിയുന്ന തരത്തിലുള്ള ഡിജിറ്റൽ നോളജ് ചിലപ്പോൾ ഉണ്ടാവില്ല. ക്ലിയർ? ഇങ്ങനെ വരാവുന്ന ആളുകളെ പറയുന്ന പേരാണ് ഡിജിറ്റൽ ഇമിഗ്രൻസ്. ക്ലിയർ? ഓൾഡ് ജനറേഷൻ പീപ്പിൾ ക്ലിയർ who are forced to use clear new technology clear and they are using it. ഓക്കെ. ലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ പറയുന്ന ഡിജിറ്റൽ ഇമിഗ്രൻസ്. അപ്പോൾ അവരുടെ നോളജും സ്കിൽസും എബിലിറ്റിയൊക്കെ കുറച്ച് കുറവായിരിക്കും. ഓക്കെ. ദെൻ ഡിജിറ്റൽ ഡൈനോസേഴ്സ്. എന്താണ് ഡിജിറ്റൽ ഡൈനോസേഴ്സ്? ഒരു ഡിജിറ്റൽ ടെക്നോളജി തീരെ ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് വിമുഖത കാണിക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഡിജിറ്റൽ ഡൈനോസോഴ്സ്. ഓക്കെ. സോ വാട്ട് ആർ യു അല്ലേ? നിങ്ങളിപ്പോൾ അതിൽ ആരാണ്? ഡിജിറ്റൽ ഡൈനോസോർ ആണോ? ഡിജിറ്റലി ഇമിഗ്രൻ്റ് ആണോ? അല്ലേ? ഡിജിറ്റൽ നേറ്റീവ് ആണോ? ഇതാണ് നമുക്ക് ആ പിക്ചർ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അല്ലേ? സോ യങ്ങർ ജനറേഷൻ ആയിട്ടുള്ള ആളുകൾക്ക് നേറ്റീവ്സ് ആണ്. ബിക്കോസ് ദേ ആർ ഹാവിങ് ഫെമിലിയാരിറ്റി അഫിനിറ്റി ടുവേർഡ്സ് ഡിജിറ്റൽ ടെക്നോളജി. ദെൻ ഡിജിറ്റൽ ഇമിഗ്രൻസ് എന്താ? ഓൾഡ് ജനറേഷൻ പീപ്പിൾസ് ആണ്. അവരിത് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ക്ലിയർ? അതിനനുസരിച്ചുള്ള ഡിവൈസ്. പക്ഷേ നമ്മൾ യങ്ങർ ജനറേഷനെ പോലെ സോഷ്യൽ മീഡിയ പ്രസൻസോ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻസോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജീസ് ഒന്നും ചിലപ്പോൾ അവർ ഉപയോഗിക്കുന്നുണ്ടാവില്ല. ഡിജിറ്റൽ ഡൈനോസേഴ്സ് എന്താ? സ്റ്റിൽ ദേ ആർ യൂസിങ് അനലോഗ് ടെക്നോളജി. ഡിജിറ്റൽ ഒന്നും ഉപയോഗിക്കാതെ പഴയ ടെക്നോളജി തന്നെ ഉപയോഗിച്ചത് അല്ലേ? ജസ്റ്റ് ലൈക്ക് എ ഫോൺ. ക്ലിയർ? ഇപ്പോൾ ഒരു ഫോണിൻ്റെ ഇത് കോളാണെന്ന് വിചാരിക്കുക, കോൾ ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഒരാളിനെ മറ്റൊരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. യങ്ങർ ജനറേഷൻ എന്ത് ചെയ്യും? സോ ദേ വിൽ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ചാറ്റ് അല്ലേ? വീഡിയോ കോൾ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിങ് ഒക്കെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ചെയ്യും. ക്ലിയർ? ഒരു ഇമിഗ്രൻ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യും. ക്ലിയർ? വയർലെസ് ഫോൺ ഉപയോഗിച്ച് ചെയ്യും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യും. ഒരു ഡിജിറ്റൽ ഡൈനോസറോ ഇപ്പോഴും എന്ത് ഉപയോഗിക്കുന്നു? വയേർഡ് ആയിട്ടുള്ള ലാൻഡ് ഫോൺ ഉപയോഗിക്കുന്നു, അനലോഗ് ആയിട്ടുള്ള ഫോൺ ഉപയോഗിച്ച് ചെയ്യും. ക്ലിയർ? ഇത് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്ത സ്ലൈഡാണ്. ഓക്കെ. സോ ഡിജിറ്റൽ ഇമിഗ്രൻസും ഡിജിറ്റൽ നേറ്റീവ്സും തമ്മിലുള്ള ചില ഡിഫറൻസ് ആണ്. ഇതിൻ്റെ കോൺസെപ്റ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കാം. ക്ലിയർ? സോ ടെക്നോളജിയുടെ പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ ദേ ആർ ആക്റ്റീവ് ഇൻ ടെക്നോളജി. ബട്ട് ഇമിഗ്രൻസ് എന്തായിരിക്കും? പാസീവ് ആയിരിക്കും. ക്ലിയർ? തീരെ ഇല്ല എന്നല്ല, പാസീവ് ആയിരിക്കും. ദെൻ ഫൺ. അവർ ഡിജിറ്റൽ ടെക്നോളജീസിന് എന്തായിട്ട് ഉപയോഗിക്കുന്നു? ഒരു ഫണ്ണായിട്ട് കാണുന്നു. ക്ലിയർ? വളരെയധികം കൂടുതൽ ഉപയോഗിക്കുന്നു. ക്ലിയർ? ഇവിടെ എന്തായിരിക്കും? കുറച്ചുകൂടെ സീരിയസ് ആയിട്ടായിരിക്കും അത് ഉപയോഗിക്കുക. ക്ലിയർ? ദെൻ ഡിജിറ്റൽ ടെക്നോളജിയുടെ കേസിൽ ഇവരെന്ത് ചെയ്യുന്നു? ഒരു ഓർഡേർഡ് ആയിട്ടായിരിക്കും മിക്കവാറും ഇമിഗ്രൻസ് പെരുമാറുക. ക്ലിയർ? ഉപയോഗിക്കുന്നതും അതിൻ്റെ യൂസേജ് എല്ലാം റാൻഡം ആയിട്ടുള്ള ആക്സസ് ആയിരിക്കും അതൊക്കെ ഉണ്ടാവുക ഡിജിറ്റൽ നേറ്റീവ്സിന്. ഓക്കെ. അതുപോലെ ഡിജിറ്റൽ നേറ്റീവ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇവിടെയാണെങ്കിൽ എന്തായിരിക്കും? പ്രൊലോങ്ഡ് ആയിട്ടായിരിക്കും വരിക. ക്ലിയർ? ദെൻ മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടി ഡിജിറ്റൽ നേറ്റീവ്സ് ഉപയോഗിക്കുമ്പോൾ ഫോക്കസ്ഡ് മാറ്റേഴ്സ്, ദാറ്റ് മീൻസ് സെലക്റ്റീവ് മാറ്റേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇമിഗ്രൻസ് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുക. ഓക്കെ. ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസം നമുക്ക് ഇവർ തമ്മിൽ കാണാൻ പറ്റും. ഓക്കെ. സോ നെക്സ്റ്റ് ഈസ് ഡിജിറ്റൽ സിറ്റിസൺസ് അല്ലേ? ഇതുപോലെ
രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ നേറ്റീവ്സും ഡിജിറ്റൽ ഇമിഗ്രൻസും ആയിട്ട് പറയുകയാണെങ്കിൽ, സോ എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടെ സ്ലൈഡ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ഡിജിറ്റൽ നേറ്റീവ്സ് ബോൺ ഡ്യൂറിങ് ദി ഓർ ആഫ്റ്റർ ഡിജിറ്റൽ ഏജ്. ക്ലിയർ? സോ 1960s ശേഷം അല്ലേ, അല്ലെങ്കിൽ 1980s ശേഷം ഡിജിറ്റൽ ടെക്നോളജി വളരെയധികം പ്രചാരത്തിൽ വന്നതിന് ശേഷം ജനിച്ച ആളുകൾ. ഓക്കെ, പ്രസന്റ് ഡേ ജനറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. സോ always on attached to a phone or other devices അല്ലേ, മിക്കവാറും ഈ ഫോണോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഡിവൈസുമായി അറ്റാച്ച്ഡ് ആയിരിക്കും. ദെൻ ഇൻറ്റ്യൂറ്റീവ് ലേണേഴ്സ്. ക്ലിയർ? അവർക്ക് ഡിജിറ്റൽ ടെക്നോളജിയെ കുറിച്ച് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള നോളേജ് ഉണ്ട്. ക്ലിയർ? കാരണം എന്താ, അവർ ജനിച്ചതും വളരുന്നതും കാണപ്പെടുന്നതും ആയിട്ടുള്ള ചുറ്റുപാടിലൊക്കെ എന്താ ഉള്ളത്, ഡിജിറ്റൽ ടെക്നോളജിയും ഡിവൈസുകളാണ്. ക്ലിയർ? ഇപ്പോൾ കുട്ടികളെ നമ്മൾ എക്സാമ്പിൾ എടുത്ത് നോക്കി, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കുട്ടികൾക്ക് അല്ലേ, സ്മാർട്ട് ഫോണും അതിൻ്റെ ഉപയോഗം ഒക്കെ ഇപ്പം തന്നെ അവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്, അവരതുമായി പരിചയപ്പെട്ടുകൊണ്ടാണ് ജനിച്ചു വളരുന്നത്. ഓക്കെ, മൾട്ടി ടാസ്ക് ആൻഡ് റാപ്പിഡ്ലി ടാസ്ക് സ്വിച്ചിങ് ഏതിലൂടെ നടക്കുന്നു, ഡിജിറ്റൽ ടെക്നോളജിയുടെ നേറ്റീവ്സിന് സാധ്യമാകുന്നു. ദെൻ എക്സ്ട്രീംലി സോഷ്യൽ ആയിരിക്കും അല്ലേ, സോഷ്യൽ മീഡിയ, വാട്സപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ട്വിറ്റർ ആയിക്കോട്ടെ. ക്ലിയർ? ഇങ്ങനെ പല അവർ കണക്റ്റഡ് ആണ്, എക്സ്ട്രീംലി സോഷ്യലാണ്, സോഷ്യൽ മീഡിയ വളരെയധികം ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മൾട്ടിമീഡിയ ഓറിയൻറ്റഡ് ആണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ, മെസ്സേജോ അല്ലേ, മിക്കവാറും വീഡിയോസ്, ഷോർട്ട് വീഡിയോ അല്ലെ, ഷോർട്ട് പിക്ചേഴ്സ്, ഇമേജുകൾ, ഇതൊക്കെയാണ് അവരിപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുക. ഇപ്പോൾ ആൾക്കാരൊന്നും ടൈപ്പ് ചെയ്തിട്ടൊന്നും SMS അയക്കുന്നില്ല, പകരം എന്താ അല്ലേ, ഇമോജിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ? ആ രീതിയിൽ ഇമേജുകൾ പ്രോസസ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇമേജ് സെൻഡ് ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ വീഡിയോ ആക്കി ചെയ്യുന്നു, വോയിസ് സെൻഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് ഡിജിറ്റൽ ടെക്നോളജിയിൽ ഡിജിറ്റൽ നേറ്റീവ്സ് കൈകാര്യം ചെയ്യുന്നത്. ഇമിഗ്രൻസ് ആണെങ്കിലോ, സോ ഇമിഗ്രൻസിൻ്റെ കാര്യം നോക്കാം. അവരുടെ ഡിവൈസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ അഡാപ്റ്റേഴ്സ് ഓൺ ദി വെബ് ടെക്നോളജി അല്ലേ, വെബ് ടെക്നോളജിയിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ക്ലിയർ? ദേ അഡോപ്റ്റഡ് ടു ടെക്നോളജി. ക്ലിയർ? അവർ ജനിച്ചത് പ്രീവിയസ് റയലാണ്, പക്ഷെ അവരെന്ത് ചെയ്യുന്നു, ദേ അഡോപ്റ്റ് ദി ടെക്നോളജി. ഓക്കെ, സോ പ്രിഫർ ടു ടോക്ക് ഇൻ പേഴ്സൺ. മിക്കവാറും അവർ സംസാരിക്കേണ്ട കാര്യത്തിലൊക്കെ നേരിട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുക. ക്ലിയർ? നമ്മൾ വാട്സപ്പ് ചാറ്റിലൂടെയോ മറ്റുള്ള രീതിയിലൊന്നും അത്ര ആഗ്രഹിക്കില്ല. അത്യാവശ്യം വേണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അങ്ങനെ ചെയ്യുള്ളൂ. ദെൻ ലോജിക്കൽ ലേണേഴ്സ് ആയിരിക്കും അവർ. ക്ലിയർ? ഇൻഡ്യൂട്ടീവ് ആയിരിക്കില്ല, ലോജിക്കലായിട്ടായിരിക്കും ലേൺ. ദെൻ ഫോക്കസിങ് ഓൺ വൺ ടാസ്ക് അറ്റ് എ ടൈം. ക്ലിയർ? ഒരു സമയത്ത് ഒരു ടാസ്ക്കാണ് അവർ മിക്കവാറും ചെയ്യുക. കാരണം അവർ ശീലിച്ചതും പ്രാക്ടീസ് ചെയ്തതും നോളേജും സ്കില്ലും ഒക്കെ അങ്ങനെയാണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാരോ, അവരുടെ ഡിവൈസ് മൾട്ടി ടാസ്കിങ് ഡിവൈസുകളാണ് കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരേ സമയം പാട്ട് കേൾക്കുന്നുണ്ടാകും, ഒരു സമയം ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അസൈൻമെൻറ്റ് അല്ലേ, അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഇങ്ങനെ പല കാര്യങ്ങളും ഒരേ സമയത്ത് ചെയ്യും. പക്ഷേ മറ്റുള്ള ആൾക്കാർക്ക് അങ്ങനെ ഉള്ള ശീലം ഉണ്ടാവില്ല. ദെൻ സോ ദേ പ്രിഫർ ടു ഹാവ് interaction with one or few people rather than many. Clear? So interaction കേസിൽ കുറച്ച് ആളുകൾ മാത്രമാണ്, അത്രയും സോഷ്യൽ ആയിരിക്കില്ല എന്നർത്ഥം. ക്ലിയർ? അപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ പ്രസൻസ് വളരെ കുറവായിരിക്കും. ദെൻ ഗെറ്റ് ഇൻഫോം ഫ്രം ട്രഡീഷണൽ ന്യൂസ് സൈറ്റ്സ്, ന്യൂസ് സൈറ്റുകളോ ന്യൂസ് പേപ്പേഴ്സോ. ക്ലിയർ? ഇതെന്നൊക്കെ ആയിരിക്കും അവർ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക, rather than നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലൂടെ വരുന്ന മെസ്സേജുകളോ ഫേസ്ബുക്ക് പോസ്റ്റുകളോ. ക്ലിയർ? അതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ അവർ വ്യാപകമായിട്ട് ഉപയോഗിക്കുക. ഓക്കെ, പക്ഷേ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ത് ചെയ്യും, ഇതൊക്കെയാണ് ഉപയോഗിക്കുക. അല്ലാതെ അവർ പേപ്പർ നോക്കുക, അല്ലെങ്കിൽ ന്യൂസ് കേൾക്കുക, TV ന്യൂസ് കേൾക്കുക, റേഡിയോ ന്യൂസ് കേൾക്കുക, ഇതൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, സോ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ നേറ്റീവ്സ്. നമ്മൾ ഡിജിറ്റൽ നേറ്റീവ്സിനെ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ. പിന്നെ പിക്ചറിൽ കാണുന്ന പോലെ തന്നെയാണ് അവരുടെ നേച്ചർ. ക്ലിയർ? ബൂമേഴ്സ്, ഓക്കെ, ദെൻ ജെനെക്സ്, നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള രീതി. ക്ലിയർ? മില്ലേനിയൽസ്, ഓക്കെ, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. ജെൻസെഡ്, ക്ലിയർ, ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. ക്ലിയർ? ഇങ്ങനെ നമുക്ക് എന്ത് പറയാം, അവരുടെ ഡിജിറ്റൽ നേറ്റീവ്സ് തന്നെ, അതായത് ഡിജിറ്റൽ ടെക്നോളജി വളരെയധികം ഉപയോഗിക്കുന്ന കറണ്ട് ടെക്നോളജിയിൽ അല്ലെങ്കിൽ കറണ്ട് എറയിൽ ജനിച്ചിട്ടുള്ള ആൾക്കാരെ തന്നെ നമുക്ക് ഈ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ക്ലിയർ? അപ്പോൾ അത് അവരുടെ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചാണ് ഇവിടെ പിക്ചർ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? ബൂമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു അല്ലേ, അത് സാധാരണ എന്ത് ചെയ്യുന്നു, ഫോണിലൂടെ സംസാരിക്കുന്ന ആൾക്കാർ. ക്ലിയർ? അവരെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ദേ വിൽ ലൈക്ക് ടു ടോക്ക്. ക്ലിയർ? പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇമെയിൽ, രണ്ടാമത്തെ കേസിൽ ജെനെക്സ് എന്ത് ചെയ്യുന്നു, ഇമെയിലായിട്ടോ ചാറ്റായിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്ന ആൾക്കാർ. ക്ലിയർ? ഇവിടെ ആണെങ്കിലോ അത് മില്ലേനിയൽസിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു, സോ
ഐ ഷുഡ് പോസ്റ്റ് അനദർ അല്ലേ സെൽഫി, ഇവിടെ സെൽഫി പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ഇടുക, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ. ക്ലിയർ? കുറച്ചുകൂടെ പ്രസൻസ് വരുന്ന ആൾക്കാരാണ് എന്ത് ജെൻസ് ഹെഡായിട്ട് പറയുന്നത്. ഓക്കെ, ഡിജിറ്റൽ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ സിറ്റിസൺസ്. ഓക്കെ, പ്രധാനമായിട്ടും വരാണ് ഡിജിറ്റൽ ഇമിഗ്രൻസിനെയും ഡിജിറ്റൽ നേറ്റീവ്സിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിജിറ്റൽ ഇമിഗ്രൻസ് എങ്ങനെയൊക്കെ അറിയപ്പെടുന്നു? അവോയ്ഡേഴ്സ്, ടെക്നോളജി തീരെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാർ. ദെൻ റിഡൻഡൻറ്റ് അഡാപ്റ്റേഴ്സ്. ക്ലിയർ? അവർ റിലക്റ്റൻ്റ് ആണ്. ഓക്കെ, അഡാപ്റ്റ് ചെയ്യാൻ വളരെ വിമുഖത കാണിക്കുന്ന ആൾക്കാർ. ഇവർ തീരെ ഒഴിവാക്കുന്ന ആൾക്കാരാണ് ഇവർ. ക്ലിയർ? ഇവർ ചിലപ്പോൾ ഉപയോഗിക്കുന്നത്, പക്ഷേ ദേ ആർ റിലക്റ്റൻറ്റ്. ക്ലിയർ? ഉപയോഗിക്കുന്ന അത്ര ഇതില്ല. ക്ലിയർ? റിലക്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ. ദെൻ എൻതൂസിയാസ്റ്റിക് അഡോപ്റ്റേഴ്സ്, ചില ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്, വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് അഡോപ്റ്റ് ചെയ്യുന്നു ടെക്നോളജി. സോ ദാറ്റ് ഈസ് കോൾഡ് എൻതൂസിയാസ്റ്റിക് അഡോപ്റ്റേഴ്സ്. അപ്പം മൂന്നായിട്ട് പറയാം: അവോയ്ഡേഴ്സ് ഓഫ് ടെക്നോളജി, റിലക്റ്റൻ്റ് അഡോപ്റ്റേഴ്സ് ആൻഡ് എൻതൂസിയാസ്റ്റിക് അഡോപ്റ്റേഴ്സ്. നേറ്റീവ്സിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സോ ദേ ആർ ക്ലാസിഫൈഡ് ആസ് അവോയ്ഡേഴ്സ്, ടെക്നോളജി പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ. സോ ദേ ആർ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ മോഡേൺ ടെക്നോളജി, the era of modern technology, but still they want to avoid digital technology and digital platforms. Clear? As far as possible. അതിനാണ് അവോയ്ഡേഴ്സ് നമ്മുടെ മീൻസ്. മില്ലേനിയൽസ് എന്ത് ചെയ്യുന്നു? കുറച്ചൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ? പക്ഷേ അവരുടെ അളവ് കുറവായിരിക്കും, കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ? എൻതൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ്, അവർ കൂടുതലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ക്ലിയർ? അതായത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു, സോഷ്യൽ മീഡിയ, എല്ലാ സോഷ്യൽ മീഡിയയിൽ വഴി അവർ പ്രസൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ വളരെയധികം പാർട്ടിസിപ്പേഷൻ ചെയ്യുന്ന ആൾക്കാരാണ് എൻതൂസിയാസ്റ്റിക് പാർട്ടിസിപ്പൻസ്. ഓക്കെ, സോ ദീസ് ആർ ഓൾ ദി some of the concepts related to digital divide.